ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സെഫാനിയ. ഇന്ന് നമ്മളൊരു എയർ ബ്രഷ് മേക്കപ്പ് ആണ് ചെയ്യാൻ വേണ്ടി പോണത്. എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം സോന. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു എയർ ബ്രഷ് മേക്കപ്പ് ചെയ്തിട്ട് മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാരി ഡ്രേപ്പിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓണമൊക്കെ വരണല്ലേ, എല്ലാവരും സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസ് യൂട്യൂബിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് നേരെ സാരി ഡ്രേപ്പിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തത് ടോണറാണ്. ഫസ്റ്റ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ ടോൺ ചെയ്തു. നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം ഇത് കഴിയുമ്പോൾ. അതാണ് നമ്മുടെ CTM മെത്തേഡ്: ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. ഈ മോയ്സ്ചറൈസിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈമർ ആപ്ലിക്കേഷനാണ്. നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസിൽ പ്രൈമർ ഇടണം. പ്രൈമർ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൈ വെച്ച് അപ്ലൈ ചെയ്യാനാണ് കുറച്ചും കൂടി ബെറ്റർ ബ്രഷിനേക്കാളും. ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോഡക്റ്റ് ബ്രഷിലെടുത്ത് കഴിയുമ്പോൾ കുറേ നല്ല കണ്ടൻറ്റ് ആ ബ്രഷിൽ വേസ്റ്റ് ആയി പോകും. കഴിയാവുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഫുൾ പ്രോഡക്റ്റ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനും പറ്റും. പ്രോഡക്റ്റ് വേസ്റ്റേജ് നമുക്ക് കുറക്കാം. അതുകൊണ്ടിട്ടാണ് കൈ കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഫൗണ്ടേഷനൊക്കെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രഷ് യൂസ് ചെയ്യാം അപ്ലൈ ചെയ്തിട്ട്. നമ്മൾ ഇനി ഇടുന്നത് എസെൻഷ്യൽ ഓയിലാണ്. നമ്മുടെ ബേസ് കുറച്ച് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എസെൻഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ബേസിക് ആയിട്ടുള്ള സ്കിൻ പ്രിപ്പറേഷൻസ് മാത്രമാണ് കാണിക്കുന്നത്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതൊക്കെ കാണിക്കാനാണെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. സോ ബേസിക് ആയിട്ടുള്ള സ്കിൻ പ്രിപ്പറേഷൻ ഇതൊക്കെയാണ്. നമുക്ക് എസെൻഷ്യൽ ഓയിലും കൂടെ ഫുൾ ഫേസ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു 2 to 3 minutes കഴിയുമ്പോഴേക്കും നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ലൈക്ക് ആദ്യം നമ്മൾ കളർ കറക്റ്റ് ചെയ്ത് അതിന് മേലെ വേണം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം നമ്മുടെ കളർ കറക്ഷൻ ചെയ്യാണ്ട് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്സിഡൈസ് ആവാൻ തുടങ്ങും. അപ്പം ചിലർ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാറില്ലേ, ഈ ഭയങ്കര ഗ്രേ ടിൻ്റ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും ടൈം പോകും തോറും ഫേസ് ഗ്രേ ആയിട്ട് വരും. സോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കളർ കറക്ഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു. നമ്മൾ ബേസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരുത്തിടെ ഐബ്രോ ഞാൻ നോക്കുന്നത്. ത്രെഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു എത്ര നാളെ 1 year പറയുന്നത്. അപ്പം ബേസ് എല്ലാം ഇട്ടിട്ട് ഇപ്പം ത്രെഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കണത്. അപ്പം നമ്മുടെ ദേവുമാണ് അല്ലേ ത്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ദേവ് നീലായിട്ട് തോന്നിട്ടാ. നെറ്റ് നോക്കാം. കഴിഞ്ഞു.